കേരളത്തിന്റെ തെക്ക് മുതൽ വടക്കുവരെ ആഞ്ഞടിച്ച ഭരണവിരുദ്ധ വികാരത്തിൽ തുടർച്ചയായ 10 വർഷത്തെ ഇടതു ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 100-ലേറെ സീറ്റുകളുമായി UDF അധികാരത്തിലേക്ക്. UDF തരംഗത്തിനിടയിലും 3 സീറ്റ് പിടിച്ച BJP കരുത്തറിയിച്ചു. എറണാകുളം ജില്ലയിൽ UDFന് മിന്നുന്ന ജയം. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും UDF അധികാരം. കളമശ്ശേരി നമ്മുടെ ജില്ലയിലെ പെരുമ്പാവൂരും അങ്കമാലിയും മൂവാറ്റുപുഴയും ഉൾപ്പെടെയുള്ള ബൈപ്പാസുകൾ, സീപോർട്ട് എയർപോർട്ട് റോഡുകൾ, ഈ സ്ഥലങ്ങളിലെല്ലാമുള്ള ജനങ്ങൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആ മേഖലകളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി എന്നുള്ളതാണ്. എറണാകുളം പോലെ ഇത്രയധികം റവന്യൂ വരുമാനം ലഭിക്കുന്ന ഒരു ജില്ലയിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ നടത്താതെ ഈ ജില്ലയെ പോലും 25 വർഷക്കാലം പിന്നോട്ടടിച്ച ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി കൂടിയാണ് ഈ ജനവിധി. ആ ജനവിധിയെ ഞങ്ങൾ മാനിക്കും. ഐക്യജനാധിപത്യ മുന്നണി മുൻകാലങ്ങളിൽ എങ്ങനെയാണ് ഈ ജില്ലയ്ക്ക് വിവിധ നേട്ടങ്ങൾ സമ്മാനിച്ചത്, അതുപോലെ UDFൻ്റെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFൻ്റെ മികച്ച സർക്കാർ ഈ ജില്ലയെ പൊന്നാപുരം കോട്ടയാക്കി മാറ്റും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ജനവിധി സമ്മാനിച്ച ജനങ്ങളോട് നന്ദി പറയാൻ കൂടി ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പറവൂർ, തൃപ്പൂണിത്തുറ തുടങ്ങിയ പ്രധാന മണ്ഡലങ്ങളിലടക്കം വമ്പൻ മുന്നേറ്റമാണ് കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചത്. 2021 ഇലക്ഷനിൽ കളമശ്ശേരി, വൈപ്പിൻ, കൊച്ചി, കുന്നത്തുനാട്, കോതമംഗലം എന്നീ മണ്ഡലങ്ങളിൽ LDF വിജയം സ്വന്തമാക്കിയെങ്കിലും 2026 ഇലക്ഷനിൽ കൈവിട്ടുപോയ എല്ലാ മണ്ഡലങ്ങളിലും UDF വമ്പൻ ഭൂരിപക്ഷത്തിൻ്റെ മുന്നേറ്റമാണ് ഉണ്ടായത്. ഇത്തവണ എറണാകുളം ജില്ലയിലെ ഒറ്റ മണ്ഡലത്തിൽ പോലും LDFന് അനക്കമുണ്ടായിട്ടില്ല. വ്യവസായ മന്ത്രിയായ രാജീവിന് വമ്പൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. കളമശ്ശേരിയിലെ ജനങ്ങൾ നൽകിയ വിജയമാണ്. അവർ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്തത്. ആ മാറ്റം കളമശ്ശേരിയിൽ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അവരോടൊപ്പം അവരാഗ്രഹിക്കുന്ന പോലെ കളമശ്ശേരിയിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കും. കഴിഞ്ഞ 5 വർഷവും അതുപോലെ തന്നെ അതിന് മുമ്പ് ഉണ്ടായിരുന്ന 10 വർഷവും തമ്മിലുള്ള ഈ നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു താരതമ്യം ചെയ്യൽ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ഇവിടെ നടന്നിട്ടുണ്ട്. അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന പോലെ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ശ്രീ ഇബ്രാഹിം, അദ്ദേഹം നടത്തി വന്നിരുന്ന ഒരു വികസനത്തിൻ്റെ മാതൃകയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു മാതൃകയുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങളുടെ മാതൃകയുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ടായിരിക്കും മുമ്പോട്ട് പോവുക. ഈ മണ്ഡലത്തിലെ എല്ലാ ജനങ്ങൾക്കും അവരിഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പരമാവധി ശ്രമിക്കും.